ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഐ റിമെമ്പർ ഗോയിങ് ദർ. റിമെമ്പർ ഓർക്കുക, ഗോ പോകുക. ഞാൻ അവനെ എയർപോർട്ടിൽ കണ്ടതായി ഓർക്കുന്നു. ഐ റിമെമ്പർ സീയിങ് ഹിം അറ്റ് ദ എയർപോർട്ട്. ഞാൻ ആ അമ്പലം സന്ദർശിച്ചതായി ഓർക്കുന്നു. ഐ റിമെമ്പർ വിസിറ്റിംഗ് ദാറ്റ് ടെമ്പിൾ. വിസിറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസസ് ഇനിയും ഉണ്ടാക്കണ്ടേ? ഇതിൻ്റെ സ്ട്രക്ചർ ഐ റിമെമ്പർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ച വേർബ് ഗോ എന്നാണ്. ഗോ എന്ന വേർബിനോട് കൂടി ING ചേർത്ത് ഗോയിങ് എന്നാക്കി. സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ, സീ എന്ന വേർബിനോട് കൂടി ING ചേർത്ത് സീയിങ് എന്നാക്കി. അതുപോലെ തന്നെ തേർഡ് സെൻറ്റൻസിൽ വിസിറ്റ് എന്ന വേർബിനോട് കൂടി ING ചേർത്ത് വിസിറ്റിംഗ് എന്നാക്കി. ഇനി നമുക്ക് വേറെ ചില സെൻറ്റൻസസ് നോക്കാം. ഞാൻ അവനെ മീറ്റിങ്ങിൽ കണ്ടതായി ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം ഇൻ ദ മീറ്റിംഗ്. ഈ മൂവി കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ വാച്ചിങ് ദിസ് മൂവി. വാതിൽ ലോക്ക് ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ നോക്കൂ. ഐ ഡോണ്ട് റിമെമ്പർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് സീ എന്ന വേർബാണ്. അത് സീയിങ് ആക്കി മാറ്റി. അതുപോലെ തന്നെ സെക്കൻഡ് സെൻറ്റൻസിൽ വാച്ച്, വാച്ചിങ് ആയി. തേർഡ് സെൻറ്റൻസ് ലോക്കിംഗ്, ലോക്ക് എന്ന വെർബിനോട് കൂടി ING ചേർത്തു. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക, സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വൺ സെൻറ്റൻസ് ഒരു എക്സാമ്പിൾ സെൻറ്റൻസായി കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് കേട്ടോ.